ഞാൻ ഡോക്ടർ മിഥുൻ, കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് SK ഹോസ്പിറ്റൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പുകവലിയും അതിൻ്റെ പാർശ്വഫലങ്ങളും. ഒരു ക്യാൻസർ ഡോക്ടർ എന്ന രീതിക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്നാണ്. പുകവലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുകവലി ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പുകവലിക്കുന്നതിലൂടെ ഏതൊക്കെ ക്യാൻസറുകളാണ് വരുന്നത്, പുകവലിക്കുന്നവർ ഏതൊക്കെ ക്യാൻസറിനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യണം എന്നിവയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മനുഷ്യശരീരത്തിലെ മിക്കവാറും എല്ലാ ക്യാൻസറുകളുടെയും ഒരു റിസ്ക് ഫാക്ടറാണ് പുകവലി. പുകവലിക്കുന്നതിലൂടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു സിഗരറ്റിൻ്റെ സ്മോക്കിനകത്ത് ഏകദേശം 70 മുതൽ 80ഓളം കാർസിനോജനിക്, അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കളുണ്ടെന്നാണ്. ഏതൊക്കെയാണ് സിഗരറ്റ് വലിക്കുന്നവരിൽ, സിഗരറ്റ് സ്മോക്കിംഗ് ചെയ്യുന്നവരിൽ കൂടുതലായി കാണുന്ന ക്യാൻസറുകൾ? ഒന്നാമത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്യാൻസർ ആണ് വായിലെ ക്യാൻസറുകൾ. പുകവലി കൂടാതെ മുറുക്കൽ, മോണയ്ക്കിടയിൽ വയ്ക്കുന്ന ലഹരി വസ്തുക്കൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നവരിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു ക്യാൻസറുകളാണ് വായിൽ വരുന്ന ക്യാൻസറുകൾ. അതായത് നാക്കിലെ ക്യാൻസർ, മോണയിലെ ക്യാൻസർ, കവിളിലെ ക്യാൻസർ തുടങ്ങിയവ. അപ്പോൾ വർഷങ്ങളായി പുകവലിച്ച് നിർത്തിയ ആളുകളിൽ ഈ വായിൽ എന്തെങ്കിലും നിറം വ്യത്യാസം കാണുകയാണെങ്കിൽ, അതായത് വെള്ളപ്പാടുകളോ ചുവന്ന പാടുകളോ അല്ലെങ്കിൽ മാസങ്ങളായി ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകളോ ഉണ്ടെങ്കിൽ അവർ അത് സൂക്ഷിക്കുകയും അത് പരിശോധനയ്ക്ക് വിധേയമാകുകയും ചെയ്യണം. പിന്നീട് പുകവലിക്കുന്നവരിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ശ്വാസകോശ ക്യാൻസർ. ഒരുപാട് പുകവലിക്കുന്നവരിൽ, അതായത് 15 വർഷത്തിലധികം പുകവലിച്ചിട്ടുള്ളവരിൽ ശ്വാസകോശ അർബുദം ഉണ്ടോ എന്നറിയാൻ ഒരു എക്സ്റേയോ CT സ്കാനോ തുടങ്ങിയ പരിശോധനകൾ ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും. 15 വർഷത്തിൽ കൂടുതൽ സ്ഥിരമായി പുകവലിക്കുന്നവരിൽ ശ്വാസകോശ ക്യാൻസർ, ഓറൽ ക്യാവിറ്റി ക്യാൻസർ തുടങ്ങിയവ വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്നവർ ഇന്ന ക്യാൻസർ ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് പരിശോധനകൾ ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും. പിന്നീട് വരുന്ന ഒരു ക്യാൻസറാണ് ശ്വാസനാളത്തിൽ വരുന്ന ക്യാൻസർ, അല്ലാതെ വോയിസ് ബോക്സ്, ലാരിങ്സിൽ വരുന്ന ക്യാൻസർ തുടങ്ങിയവ. നമ്മുടെ ശബ്ദത്തിന് എന്തെങ്കിലും ചേഞ്ച് വരികയാണ്, പുകവലിക്കുന്നവരിൽ ശബ്ദത്തിന് എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അവർ ഉടൻ തന്നെ ഒരു എൻഡോസ്കോപ്പി പരിശോധന നടത്തി വോയിസ് ബോക്സിൽ, അതായത് ലാരിങ്സ്, നമ്മുടെ സ്വനപാടിയിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ കോമൺലി കാണുന്ന ക്യാൻസറുകളാണ് നമ്മുടെ ആമാശയത്തിനെയും കുടലിനെയും ഒക്കെ ബാധിക്കുന്ന ക്യാൻസറുകൾ. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് വിശപ്പില്ലായ്മ, പെട്ടെന്ന് ആഹാരം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതുപോലെ തോന്നൽ, മലത്തിൻ്റെ നിറത്തിൽ എന്തെങ്കിലും വ്യത്യാസം കാണുക, ബ്ലഡ് കാണുക അല്ലെങ്കിൽ കറുത്ത നിറം കാണുക, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം പെട്ടെന്ന് കുറയുക. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവർ അന്നനാളത്തിലോ ആമാശയത്തിലോ വൻകുടലിലോ മലാശയത്തിലോ ക്യാൻസർ ഉണ്ടോ എന്നുള്ള പരിശോധനകൾ ചെയ്തു നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പുകവലിയും മറ്റ് ടുബാക്കോ ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം കാരണം ഒരു വ്യക്തിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് പുകവലിയിൽ നിന്നും ടൊബാക്കോ ഉൽപ്പന്നങ്ങൾ, അതായത് മുറുക്കൽ, മോണക്കിടയിൽ വയ്ക്കുന്ന ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ ഉപയോഗത്തിൽ നിന്നും എല്ലാവരും മാറി നിൽക്കുക. താങ്ക് യു.